ഈ ശരീരം പോയെങ്കിൽ എങ്ങനെയാണ് അടുത്ത ശരീരത്തിലുള്ളത് ഞാൻ തന്നെയാണെന്ന് പറയുന്നത്? ഹൗ ക്യാൻ വി ഹാവ് പാസ്റ്റ് ലൈഫ്സ്? മുൻ ജന്മങ്ങൾ ചിക്കിച്ചകഞ്ഞ് പോണെങ്കിൽ ആദ്യം ഈ ജന്മത്തിലുള്ള പണികളൊന്ന് ഫിനിഷ് ചെയ്യണം. ശരീരം, മനസ്സ്, എനർജി, കോൺഷ്യസ്നസ്, ഇത് നാലും പറഞ്ഞു. അപ്പൊ ഇത് നാലും അല്ല സോൾ അല്ലേ? അപ്പൊ സോൾ എന്താണ്? അതോ ഇത് നാലും അടങ്ങുന്നതാണോ സോൾ? 5 ഇന്ദ്രിയങ്ങൾക്കും അതീതമായ ആ നിങ്ങളുടെ ഡയമെൻഷനാണ് കോൺഷ്യസ്നസ്, ബോധം. ബോധത്തോടുകൂടെ ജീവിക്കുക. ബുദ്ധിയും ബോധവും ഒരുപോലെ യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ ലൈഫ് മാറും. എൻ്റെ ശരീരത്തിന് വേണ്ടതെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ടോ? എൻ്റെ മാനസിക ആരോഗ്യത്തിനുള്ളതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടോ? സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ടോക്കുകൾ ഒക്കെ കേൾക്കാറുണ്ട്. ഞാൻ ലെനയുടെയും ചിലത് കേൾക്കാറുണ്ട്. അപ്പം സാധാരണ മനുഷ്യ ശരീരത്തിലുള്ളത് പഞ്ചപ്രാണനാണ്, ദശപ്രാണനാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ലെനയുടെ ഒരു സാധനം ഞാൻ കേട്ടു. അതായത് സൂര്യപ്രകാശം നമ്മളിലേക്ക് പതിക്കുന്നത് പോലെ നമ്മുടെ സോൾ എന്ന് പറയുന്നത് ഫോട്ടോൺ പോലെ പ്രകൃതിയിലെ എനർജിയുടെ ഒരു കണമാണ് എന്നുള്ളൊരു അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാ. ബിക്കോസ് ആൾക്കാർ ഈ സോൾ എന്നുള്ള വാക്ക് പറയുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്. ബിക്കോസ് എല്ലാവരും സോളിൽ നിന്നും ഉദ്ദേശിക്കുന്നത് വേറെ കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഞാൻ നേരത്തെ സോൾ എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾ ഇട്ട ഓമനപ്പേരാണോ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കേണ്ടി വരും വാട്ട് ഡു യു മീൻ ബൈ സോൾ? നമ്മളിവിടെ പറഞ്ഞു ശരീരം, മനസ്സ്, എനർജി, കോൺഷ്യസ്നസ്, ഇത് നാലും പറഞ്ഞു. അപ്പൊ ഇത് നാലും അല്ല സോൾ അല്ലേ? അപ്പൊ സോൾ എന്താണ്? അതോ ഇത് നാലും അടങ്ങുന്നതാണോ സോൾ? അത് ഓരോരുത്തരുടെ ഡെഫിനിഷനാണ്. അപ്പോൾ എന്നോട് വാട്ട് ഇസ് എ സോൾ? ബിക്കോസ് ഒരു സോൾ ജേർണി അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ്സിനെ ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോഴാണ് ഈ എക്സാമ്പിൾ പറഞ്ഞത്. ഹൗ ക്യാൻ വി ഹാവ് പാസ്റ്റ് ലൈഫ്സ്? ഈ ശരീരം പോയെങ്കിൽ എങ്ങനെയാണ് അടുത്ത ശരീരത്തിലുള്ളത് ഞാൻ തന്നെയാണെന്ന് പറയുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവാണ്. ഇപ്പൊ എൻ്റെ മുൻ ജന്മത്തിൽ ഞാൻ ലെനയായിരുന്നു എന്ന് ഞാൻ അടുത്ത ജന്മത്തിൽ പറയുകയാണെങ്കിൽ ലെനയായിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെ നിങ്ങളുടെ ഇതായിരിക്കണേ എന്നുള്ള ചോദ്യമുണ്ട്. എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റുന്നതാണോ? അതിന്റെ ഒരു പ്രോസസ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്പിരിച്വൽ മെച്യൂരിറ്റി. അതായത് ഈ ലൈഫിൽ തന്നെ ചിന്തയില്ലാത്ത സ്റ്റേറ്റിലേക്ക് എത്തി എന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് സൈലന്റ് ആണ്. അപ്പോൾ ഉണ്ടാവുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി ഈ ആഴ്ചത്തേക്കുള്ള ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഈ ആഴ്ചത്തെ ടാർഗറ്റ് നമ്മൾ 3 ദിവസത്തിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 4 ദിവസം ഉണ്ട് ഈ ആഴ്ചയിൽ, പണിയൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണു? പഴയത് നമ്മൾ പെൻഡിങ് കിടക്കുന്നതൊക്കെ നമുക്കൊന്ന് എടുത്തു നോക്കിയാലോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. മനസ്സിലായോ? മുൻ ജന്മങ്ങൾ ചിക്കിച്ചകഞ്ഞ് പോണെങ്കിൽ ആദ്യം ഈ ജന്മത്തിലുള്ള പണികളൊന്ന് ഫിനിഷ് ചെയ്യണം. എന്നാ പിന്നെ ഇനി എത്ര ജന്മം വേണമെങ്കിലും ബാക്കിലോട്ട് പോയി നോക്കാം. ഉത്തരവാദിത്തങ്ങൾ അല്ല, ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഭയങ്കര രസകരമായിട്ട് അത് ചെയ്യുന്നത് രസകരമായിട്ട് ചെയ്താ ചിലപ്പോ താങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും. ബിക്കോസ് ഈ ജന്മത്തിലെ പണികളോ തീർത്തിട്ടില്ല. അപ്പോഴാണ് കഴിഞ്ഞ 2 ലെഡ്ജറും കൂടെ തുറക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കുറച്ചുകൂടെ കെയോസ് ആയിട്ട് ഫീൽ ചെയ്യും. പ്രകൃതി തന്നെ നമ്മളെ ജന്മത്തായി സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് പഴയത് വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുന്നതിന്റെ ഇടയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഓപ്പൺ ചെയ്യരുത്. പക്ഷെ ചിലവർക്ക് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഹെൽപ്ഫുൾ ആവുന്നത് ഈ ലൈഫിലെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിനാണ് അവർ യൂഷ്വലി പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഒരു തെറപ്പിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമല്ല എൻ്റെ പാസ്റ്റ് ലൈഫ്സ് ഓർമ്മ വന്നത്. ബേസിക്കലി എൻ്റെ സ്പിരിച്വൽ ജേർണി ഒരു ഡെഡ് എൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി മൈൻഡ് സൈലന്റ് ആയി. മൈൻഡ് സൈലന്റ് ആയ സമയത്ത് ഓർഗാനിക്കലി മെഡിറ്റേഷനിൽ അടുത്ത ഓക്കെ ലെറ്റ് us ഷോ യു വേർ യു ആർ കമ്മിങ് ഫ്രം എന്നുള്ള പോലത്തെ ഒരു ഓപ്പണിംഗ് ആണ്. വേർ യു ആർ ഗോയിങ് ടു എന്നുള്ളതും കണ്ടെത്താൻ പറ്റുമോ? ഇനി നമുക്ക് ഈസിയാണ്. നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടിക്കൂട്ടായ്മയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. എൻ്റെ വേ ഓഫ് ലുക്കിംഗ് അറ്റ് എ ഹ്യൂമൻ ബീയിങ് ഇസ് ഡൈമെൻഷൻസ്. കംപ്ലീറ്റ്ലി കാണാൻ പറ്റാത്ത, തൊടാൻ പറ്റാത്ത നമ്മുടെ സെൻസസിന് 5 ഇന്ദ്രിയങ്ങൾക്കും അതീതമായ ആ നിങ്ങളുടെ ഡയമെൻഷനാണ് കോൺഷ്യസ്നസ്, ബോധം. ബോധത്തിന് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബോധമില്ലെങ്കിൽ ബാക്കി 3 വർക്ക് ചെയ്യില്ല അല്ലേ? ഒരാൾക്ക് തലയ്ക്ക് ഒരു അടി കൊടുത്ത് ബോധം പോയി. വാട്ട്സ് ദ യൂസ് ഓഫ് ബോഡി, മൈൻഡ്, എനർജി എല്ലാം അവിടെ കിടക്കുക. നമ്മൾ കോമയിലേക്ക് പോകുമ്പോൾ വാട്ട്സ് ഹാപ്പനിങ്? യുവർ കോൺഷ്യസ്നസ് ഇസ് ഔട്ട്സൈഡ് ദ ബോഡി, ഇറ്റ്സ് നോട്ട് ഇൻ ദ ബോഡി. അപ്പം ഈ ഒരു കോംപ്ലെക്സ് കറക്റ്റ് ആയാൽ ഇപ്പം നിങ്ങളുടെ എനർജി ലെവൽസ് നിങ്ങളുടെ ഓറയിൽ കാണാം. നിങ്ങളുടെ എനർജി ലെവൽ ഡൗൺ ആണ്. ഫെറിറ്റിൻ ഡെഫിഷ്യൻസിയോ ഗ്ലൂക്കോസ് ഇല്ലായ്മയോ എന്ത് കാരണം കൊണ്ടും ഭക്ഷണം ഒരാഴ്ചയായിട്ട് കഴിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചോട്ടെ ലെന, നമുക്കപ്പോൾ ഈ ലെന അപ്പം എന്തായാലും പ്രാണായാമം പോലെയുള്ള ബ്രത്ത് എക്സസൈസുകൾ ചെയ്യുന്നുണ്ടാവുമല്ലോ, ധ്യാനം ചെയ്യുന്നുണ്ടാവാം, മനസ്സിലായില്ലേ? അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ ബോഡിയിലെ ഡെഫിഷ്യൻസി നമുക്ക് ഇത്തരം പ്രക്രിയ കൊണ്ട് ബാലൻസ് ചെയ്ത് ക്രിയേറ്റ് നെവർ. അത്
നെവർ എന്നും പറയാൻ പാടില്ല ഞാൻ, അത് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ അതൊരു ഇപ്പൊ യോഗീസ്, ഹിമാലയത്തിൽ ഇരിക്കുന്ന യോഗി, അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു, ഏതോ ഒരു കെനിയയിലോ സം ആഫ്രിക്കൻ കൺട്രിയിൽ 16 years ആയിട്ട് ഒരു സ്ത്രീ ഭക്ഷണം കഴിച്ചിട്ടില്ല. 16 years ആയിട്ട്. അതുപോലെ പല യോഗീസ് 40 വർഷമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇതൊക്കെ റെയർ എക്സെപ്ഷൻസ് ആണ്. ശ്വാസം മാത്രം എന്നാണ് അവർ പറഞ്ഞത്. സൺലൈറ്റ്, വെള്ളം പോലും കുടിക്കാത്തവരുണ്ട്. 40 years ആയിട്ട് വെള്ളം കുടിച്ചിട്ടില്ല എന്നൊക്കെയുള്ള കേസ് നമ്മൾ കേൾക്കും. ഞാൻ പറയുന്നത് സാധാരണ നോർമൽ സ്റ്റേറ്റിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇത്രയും രീതിയിൽ നമുക്ക് ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും ഈ 4 എണ്ണവും ഒരുമിച്ച് ഒരുപോലെ കെയർ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും എളുപ്പം. കോൺഷ്യസ്നെസ്സിന് ബോധപൂർവം ജീവിക്കുക. നമ്മൾ നേരത്തെ പോലെ ബിവെയർ അല്ല, ബി അവെയർ ആണ് കാര്യം. ബി അവെയർ, വളരെ അവെയർനെസ്സോടുകൂടെ, ബോധത്തോടുകൂടെ ജീവിക്കുക. ബുദ്ധിയും ബോധവും ഒരുപോലെ യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ ലൈഫ് മാറും. സെക്കൻഡ് തിങ്, എനർജറ്റിക് ആയിരിക്കുക. കറക്റ്റായിട്ട് എനർജി ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സസൈസ് വേണം, ഫുഡ് വേണം, എല്ലാം വേണം. അതിനാണ് ഈ ബോഡി മൈൻഡ് കോംപ്ലക്സിനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എനർജി കോൺഷ്യസ്നെസ് കോംപ്ലക്സിലാണ് മെഡിറ്റേഷനും പ്രാണായാമവും ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ എനർജി വളരെ കണക്റ്റഡ് ആണ് ബോഡിയും മൈൻഡുമായിട്ട്. നമ്മുടെ മൈൻഡ് വളരെ അലച്ചലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മൈൻഡിന് ഭയങ്കര ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഉള്ള ഒരു മൈൻഡുള്ള ആൾക്ക് ബോഡീനെ കെയർ ചെയ്യാൻ പറ്റില്ല. അവർ ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ അമിതമായി ഭക്ഷണം കഴിക്കുന്നു, ബോഡിയെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബേസിക്കലി നമ്മൾ നോക്കേണ്ടത് എൻ്റെ ശരീരത്തിന് വേണ്ടതെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ടോ, എൻ്റെ മാനസിക ആരോഗ്യത്തിനുള്ളതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടോ, ബേസിക്കലി റിമൈനിങ് സ്ട്രെസ് ഫ്രീ, തിങ്കിങ് കറക്റ്റ്ലി, ഒരു സ്ട്രേറ്റ് ആൻഡ് പോസിറ്റീവ് പാത്തിൽ ചിന്തിക്കുക എന്നുള്ളത് തന്നെ. അല്ല, ഈ ചിന്തയില്ലാത്തൊരവസ്ഥയാണ് വേണ്ടതെന്ന് പറയുന്നതിലോ? ചിന്തയില്ലാത്ത അവസ്ഥ ഈ പറഞ്ഞ വളരെ ഹൈറ്റൻഡ് അവസ്ഥയാണ്. ദാറ്റ്സ് ഫോർ സെൽഫ് റിയലൈസ്ഡ് സോൾസ്. അവിടെ ചിന്തിക്കേണ്ട ആവശ്യം എന്താണ്? ചിന്തിക്കേണ്ടതെല്ലാം ചിന്തിച്ചതിന് ശേഷമാണ് അവരവിടേക്ക് എത്തിയത്. അവരെ എല്ലാത്തിനെ പറ്റി ചിന്തിച്ചു, ഒരുപാട് വർഷങ്ങളെടുത്ത് അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നോണ്ടാണ് ഇപ്പൊ ചിന്തയില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നത്. ഒരിക്കൽ സദ്ഗുരുവിന്റെ അടുത്ത്, അമേരിക്കയിൽ സദ്ഗുരുവിനെ ഒരു ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടുത്തെ ഒരു വലിയ BBC-യുടെ മറ്റൊരു ആങ്കർ പേഴ്സൺ പറഞ്ഞു, യു ആർ എ തോട്ട് മാസ്റ്റർ. എന്നെ എങ്ങനെ വിളിക്കരുത്, അത് അപമാനമാണ്, എന്നെ ഇങ്ങനെ അപമാനിക്കരുത്. ഞാൻ ചിന്തയില്ലാത്ത അവസ്ഥയെ പറ്റി ജീവിതത്തില്. അതെ, ചിന്തയില്ലാത്ത അവസ്ഥ വരുന്നത് പെർഫെക്റ്റ്ലി പീസ്ഫുൾ ആൻഡ് കാം ആയിരിക്കുമ്പോഴാണ്. നമുക്കൊക്കെ ആ അവസ്ഥകൾ എപ്പോഴും ലൈഫിൽ സംഭവിക്കുന്നതാണ്, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കും. പക്ഷെ അത് ദീർഘകാലം നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറുന്നില്ല എന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു വെക്കേഷന് പോയി, ഒന്ന് എവിടെയോ പോയി റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നു, ഒരു റെസ്പോൺസിബിലിറ്റീസ് ഇല്ല, ഞാനിവിടെ ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ വന്നിരിക്കാം. ഒരു 5-10 മിനിറ്റിനെങ്കിലും ഒരു ചിന്തയില്ലാത്ത വെറുതെ പ്രകൃതി ആസ്വദിച്ചിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഏത് കാട്ടിന്റെ ഉള്ളിൽ കൂടെ പോയാലും നമ്മൾ 10-15 മിനിറ്റ് കാട്ടിന്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ തോട്ട്ലെസ് സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകും. ഇത് നാച്ചുറൽ ആണ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും രാത്രി ഉറക്കത്തിൽ ഡീപ്പ് സ്ലീപ്പിൽ നമ്മൾ ആ അവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഉറക്കത്തിനോട് ഇത്ര ഇഷ്ടം. ഉറക്കമില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അതിനെ എങ്ങനെ നമ്മുടെ സ്ഥായിയായ സിറ്റുവേഷനാക്കി മാറ്റാം എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റിയുടെ ഡ്യൂറേഷൻ കൂട്ടി കൊണ്ടുവന്ന് അത് നമ്മുടെ സ്ഥായിയായ സിറ്റുവേഷൻ, നമ്മുടെ മനസ്സിന്റെ സ്ഥായിയായ സിറ്റുവേഷൻ കംഫർട്ടബിൾ, പീസ്ഫുൾ, സൈലന്റ് ആവുക എന്നുള്ളതാണ്.